നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫാത്തിമത്ത് സുഹ്റയുടെ കൊലപാതകം, പ്രതിക്ക് ജീവപര്യന്തം തടവ്. തൃക്കരിപ്പൂരിലെ ഗൾഫുകാരന്റെ വീട്ടിലെ കവർച്ചാശ്രമം, അറസ്റ്റിലായ പ്രതിക്ക് നിരവധി കേസുകളുമായി ബന്ധം. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ. പതാക ജാഥ പ്രയാണം തുടങ്ങി. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യൻ ജോയ് നയിക്കുന്ന സഹകരണ സന്ദേശയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ ലീഡിംഗ് ഫയർമാൻ KA മനോജ് കുമാറിന് ആദരം. വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ ഫോക്കസ് 2015 സമാപനം. ലക്ഷം ദീപങ്ങൾ തെളിഞ്ഞു. കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഭക്തിയിൽ അലിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫാത്തിമത്ത് സുഹ്റയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് അഡീഷണൽ സെഷൻസ് ജഡ്ജി G ഗോപകുമാറാണ് ശിക്ഷ വിധിച്ചത്. 2006 ഡിസംബർ 28-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ബണ്ടാൾ ഉജിക്കര സ്വദേശി ഉമ്മർ ബാരിയെയാണ് ജീവപര്യന്തം തടവിനും 50,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷ വിധിച്ചത്. ഊജാർ ഉളുവാറിലെ അബൂബക്കർ നഫീസ ദമ്പതികളുടെ മകളായ ഫാത്തിമത്ത് സുഹ്റയെ 2006 ഡിസംബർ 28-നാണ് വീടിൻ്റെ ഓടിളക്കി അകത്ത് കടന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 2 ജഡ്ജി G ഗോപകുമാറാണ് ശിക്ഷ വിധിച്ചത്. നേരത്തെ കേസിൽ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങുകയും തുടർന്ന് മുങ്ങി നടക്കുകയുമായിരുന്നു ഉമ്മർ ബാരി. മഹാരാഷ്ട്രയിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആളെ മനസ്സിലാകാതിരിക്കാൻ മുടിയൊക്കെ നീട്ടി വളർത്തിയിരുന്നു. DYSP TP രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അതിസമർത്ഥമായി ഇയാളെ പിടികൂടുകയായിരുന്നു. ഇയാൾ കുറ്റക്കാരനെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിധി പറയുന്ന തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CN ഇബ്രാഹിം വാദിച്ചു. വധശിക്ഷ തന്നെ വിധിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വധശിക്ഷയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ എനിക്ക് തൃപ്തിയല്ല, സന്തോഷമല്ല. ഇതിൽ അപ്പോൾ അത് നോക്കണം. ഇത് വിധിക്കൊന്നും എനിക്ക് തീരെ തൃപ്തിയില്ലാത്ത ഇതാണ്. എനിക്ക് ഏറ്റവും ഇത് സംതൃപ്തരല്ല. ഞാൻ 1,00,000 രൂപയാണ് പിഴ ശിക്ഷ. എനിക്ക് 1,00,000 ഉറുപ്പിൻ്റെ ഒന്നും പ്രശ്നമല്ല. എനിക്ക് അവൻ കൊലക്കുറ്റം വേണമായിരുന്നു എൻ്റെ വിചാരം. അവന് കൊലക്കുറ്റം തന്നെ പ്രതീക്ഷിച്ചത്. തൃക്കരിപ്പൂരിലെ ഗൾഫുകാരന്റെ വീട്ടിലെ കവർച്ചാശ്രമം, അറസ്റ്റിലായ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. തൃക്കരിപ്പൂരിലെ ഗൾഫുകാരന്റെ വീട്ടിൽ കവർച്ചാശ്രമം നടത്തിയ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാഘവൻ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൈക്കോട്ടുകടവിലെ ഗൾഫുകാരനായ യൂനൂസിന്റെ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് കവർച്ചാശ്രമം നടത്തിയതിനാണ് ഇയാൾ അറസ്റ്റിലായത്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും നടന്ന 4ഓളം കവർച്ചാ കേസുകളിൽ പ്രതിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. മൊട്ടമ്മലിലെ CV അബ്ദുള്ളയുടെ വീട് കുത്തിത്തുറന്ന് 14.5 പവൻ സ്വർണം കവർച്ച ചെയ്ത കേസിലും മൊട്ടമ്മലിലെ സുരയ്യയുടെ വീട് കുത്തിത്തുറന്ന് മൊബൈലും ടോർച്ചും എമർജൻസിയും കവർച്ച ചെയ്ത കേസിലും രാഘവൻ പ്രതിയാണെന്ന് തെളിഞ്ഞു. മറ്റു കേസുകളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. പ്രതിയെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. PBCA പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 2ാമത് സംസ്ഥാന സമ്മേളനം 9 വരെ കണ്ണൂരിൽ നടക്കും. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കൈമാറ്റം നടന്നു. PBCA പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 2ാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 7 മുതൽ 9 വരെ തീയതികളിലായി കണ്ണൂരിൽ നടക്കും. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക വേലേശ്വരം പൊക്കൻ മേസ്ത്രിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും CPIM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ, PBCA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് G വിജയന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു.
ഇവിടെ ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക പ്രസ്ഥാനവും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അസംഘടിത തൊഴിലാളികളെ സംഘടിത മേഖലയിലേക്ക് കൊണ്ടുവന്ന് അവരെ അവകാശ ബോധമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ അഹോരാത്രം പ്രവർത്തിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് മേശ്രയുടെ നാമധേയത്തിൽ നിന്നാണ് ഈ പതാക കൈമാറി ചടങ്ങ് നടത്തപ്പെടുന്നത്. കെ പി രാജു, പി പി കൃഷ്ണൻ, രമേശൻ, കെ വി സുകുമാരൻ, ദാമോദരൻ ആലിങ്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യൻ ജോയി നയിക്കുന്ന സഹകരണ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. സന്ദേശയാത്ര ഫെബ്രുവരി 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സമാപനത്തോടനുബന്ധിച്ചാണ് യാത്ര നടത്തുന്നത്. ജില്ലാ സഹകരണ ബാങ്ക് പരിസരത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യൻ ജോയി പതാക ഏറ്റുവാങ്ങി. നബാർഡ് കാർഷിക വായ്പ സംസ്ഥാന സഹകരണ ബാങ്കിന് നൽകുകയുണ്ടായില്ല. അത് കേരളത്തിലെ കൃഷിക്കാരെയും അതുപോലെ തന്നെ പ്രൈമറി ബാങ്കുകളെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. നബാർഡ് നൽകിയ അതേ തുക 1250 കോടി ഉറുപ്പിക കഴിഞ്ഞ കൊല്ലം നൽകിയത്, അത് 2014 സംസ്ഥാന സഹകരണ ബാങ്ക് 6.5% പലിശയ്ക്ക്, അതായത് നബാർഡ് എത്ര ശതമാനം പലിശയ്ക്കാണോ നൽകിയത് അത്രയും ശതമാനം പലിശയ്ക്ക് ഞങ്ങൾ ജില്ലാ ബാങ്കുകൾക്ക് കൊടുക്കുകയും ജില്ലാ ബാങ്കുകൾ അത് താഴോട്ട് കൊടുത്ത് അന്നത്തെ കർഷകരെ രക്ഷിക്കുകയും ചെയ്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വെളുത്തമ്പു, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സി രാമൻ, മുൻ MLA പി രാഘവൻ, പി ഗംഗാധരൻ നായർ, MP കോമൻ നമ്പ്യാർ, കെ നീലകണ്ഠൻ, കെ വി നാരായണൻ, BM ആനന്ദ, പി ദിവാകരൻ, പി ഇസ്മയിൽ, VK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിലെ ജില്ലാ പ്രാഥമിക ബാങ്കുകൾ ഉൾപ്പെടുന്ന ത്രിതല ബാങ്കിംഗ് സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഹകരണ സന്ദേശയാത്ര നടത്തുന്നത്. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് യൂണിറ്റിലെ ലീഡിംഗ് ഫയർമാൻ KA മനോജ് കുമാറിന് ആദരം. ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും അപകടങ്ങളിൽ തുണയായി നിന്നും നാടിന് അഭിമാനമായി മാറിയ ലീഡിംഗ് ഫയർമാൻ മനോജ് കുമാറിനെ അനുമോദിച്ചു. മാതൃകാപരമായ വിവിധ സേവന പ്രവർത്തനങ്ങൾ മനോജ് കുമാറിനെ രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് അർഹനാക്കുകയായിരുന്നു. ആദരിക്കൽ ചടങ്ങിൽ E ചന്ദ്രശേഖരൻ MLA ഉപഹാരം സമർപ്പിച്ചു. കേരള ഫയർ സർവീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഉപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ. തീർച്ചയായും വ്യക്തിപരമായി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഫലമായിട്ടാണ് ആ ആദരവ് അദ്ദേഹം അർഹനായി തീർന്നത് എന്നതിൽ സംശയമില്ല. എന്നാൽ അത് നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ആകെ അഭിമാനിക്കാൻ പറ്റുന്നു. കുറച്ചുകൂടി വിവരമായി നമ്മൾ ചിന്തിച്ചാൽ ഈ സേനയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകൾക്കും അഭിമാനിക്കാൻ നൽകുന്നതുമായ കാര്യമാണ്. കേവലം ഒരു സ്റ്റേഷനിൽ ഒതുങ്ങുന്ന കാര്യം പോലുമല്ല. പല സന്ദർഭങ്ങളിലും ജീവൻ രക്ഷിക്കാൻ, വസ്തുവകകൾ രക്ഷിക്കാൻ, ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ജീവൻ രക്ഷിക്കാൻ ഏത് സാഹസികമായ പ്രവർത്തനത്തിലേക്ക് എടുത്തുചാടാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കായി ചെയർമാൻ VV രമേശനും ഉപഹാരം നൽകി. KFSA സംസ്ഥാന പ്രസിഡന്റ് KV ഷൈജിത് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാജി ജോസഫ്, K ബാബു, RK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. SSAയുടെ ഫോക്കസ് 2015 മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ സെമിനാർ നടന്നു. സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്കായി SSA നടപ്പിലാക്കി വരുന്ന ഫോക്കസ് 2015ന്റെ ഭാഗമായാണ് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ സെമിനാർ നടന്നത്. സ്കൂൾ വികസനത്തിനായി നടന്നുവരുന്ന പ്രവർത്തന പദ്ധതിയുടെ സമാപനമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്.
വിദ്യാലയ സംരക്ഷണവും വികസനവും എന്നീ വിഷയങ്ങളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പി കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠനം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും ഏത് ഭാഷയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് അൺഎയ്ഡഡ് സ്കൂളുകൾ കൂണുകൾ പോലെ വളർന്നു വരുന്നു. വീടുകളിൽ വന്നിട്ട് കുട്ടികളെ അവരെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു, തിരിച്ച് സ്കൂളിലേക്ക് ഉണ്ടാക്കുന്നു. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സൗകര്യമായിട്ട് തോന്നും. മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, എത്ര പാവപ്പെട്ടവരായാലും തങ്ങളുടെ കുട്ടികളെ നന്നായിട്ട് പഠിക്കണം, പഠിപ്പിക്കണം, വലിയ ആളുകളാക്കണം. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു മനസ്സ് തന്നെയായി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് കാണുന്ന ഈ പ്രത്യേകത. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ അധ്യക്ഷനായി. P ശിവാനന്ദൻ വിഷയാവതരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക P ഉഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MV രാഘവൻ, ബഷീർ വെള്ളിക്കോത്ത്, K മോഹനൻ, MK ഗോപാലൻ, K വിശ്വനാഥൻ, KV ചന്തു, PV ബാലകൃഷ്ണൻ, MK വിജയകുമാർ, KP ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടച്ചേരി മേൽപ്പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊളവയൽ വില്ലേജ് സമ്മേളനത്തിന് സമാപനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊളവയൽ വില്ലേജ് സമ്മേളനം നടന്നു. കൊളവയൽ EMS ഭവൻ പരിസരത്താണ് സമ്മേളനം നടന്നത്. കോട്ടച്ചേരി മേൽപ്പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊളവയൽ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇവിടെ അഴിമതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് 627ഓളം ആളുകളുടെ കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. ആ 627 ആളുടെ ലിസ്റ്റ് കണ്ടുകെട്ടി ഇന്ത്യ രാജ്യത്തെ എല്ലാ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും 15 ലക്ഷം രൂപ വീതം അക്കൗണ്ടിലേക്ക് ഇടുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ട് ഇന്ന് നിങ്ങൾ പത്രം വായിച്ചാൽ അറിയാം. ഇന്നത്തെ പത്രം ആരെങ്കിലും സമയം കിട്ടി തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ മുഖ്യമന്ത്രിയായിട്ട്, കാരണം ഒരുപാട് കാലം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്നവരുടെ മകൾക്ക് വഴിവിട്ടിട്ട് ഭൂമി കൊടുത്തതിന്റെ റിപ്പോർട്ടാണ് ഇന്ന് ഉത്തരവാദി ഇന്നത്തെ പ്രധാനമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള നരേന്ദ്രമോദിയാണ് അതിന്റെ ഉത്തരവാദി. ശോഭ സുരേന്ദ്രൻ അധ്യക്ഷയായി. M ജാനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാറ്റാടി കുമാരൻ, P കൃഷ്ണൻ, K രോഹിണി, അനിത, MV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവണേശ്വരം നടുവയൽ റോഡ് നിർമ്മിക്കണമെന്ന് ആവശ്യം. AIYF രാമഗിരി യൂണിറ്റ് സമ്മേളനം സെൻട്രൽ യൂത്ത് ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടന്നു. AIYF രാമഗിരി യൂണിറ്റ് സമ്മേളനം സെൻട്രൽ യൂത്ത് ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AIYF എന്ന യുവജന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് 1959 മെയ് മാസം 3-ാം തീയതി ഡൽഹിയിൽ വെച്ച് രൂപം കണ്ട യുവജന പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ രാജ്യത്ത് വിവിധ പ്രദേശങ്ങളിലൊക്കെ യുവാക്കളുടെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുകയും അവരൊക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അവരുടേതായ സംഭാവനകൾ നൽകിയ ചരിത്രം നമുക്കറിയാം. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേവലം സ്വാതന്ത്ര്യം മാത്രമായിരുന്നു അതുവരെ ഉള്ള മുദ്രാവാക്യമായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിടുന്ന, പ്രത്യേകിച്ചും അക്കാലത്തെ യുവാക്കൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളായിരുന്നു തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ. CPI രാമഗിരി ബ്രാഞ്ച് സെക്രട്ടറി T ലോഹിതാക്ഷൻ അധ്യക്ഷനായി. AIYF ജില്ലാ സെക്രട്ടറി B സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. K കൃഷ്ണൻ, പ്രകാശൻ പള്ളിക്കാപ്പിൽ, വിജീഷ്, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പിതാവിന്റെ സ്മരണയ്ക്കായി ഒരു യുവാവ് കാഞ്ഞങ്ങാട് മുസ്ലിം യതീംഖാനയ്ക്ക് സംഭാവന ചെയ്തത് ഒരു ആംബുലൻസ്. സംഭാവന ചെയ്ത ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. തന്റെ പിതാവിന്റെ സ്മരണയ്ക്കായി ഒരു യുവാവ് കാഞ്ഞങ്ങാട് മുസ്ലിം യതീംഖാനയ്ക്ക് ആംബുലൻസ് സംഭാവന ചെയ്തു. ഓക്സിജൻ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ ആംബുലൻസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യത്തീംഖാനയിൽ നടന്ന ചടങ്ങിൽ നീലേശ്വരം ഖാസി EK മുഹമ്മദ് മുസ്ലിയാർ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. യത്തീംഖാന ഭാരവാഹികൾ, ഭരണസമിതി അംഗങ്ങൾ, ഗൾഫ് പ്രതിനിധികൾ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രസിഡന്റ് A ഹമീദ് ഹാജി സ്വാഗതവും ജനറൽ സെക്രട്ടറി സുറൂർ മൊയ്തു ഹാജി നന്ദിയും പറഞ്ഞു. 24 മണിക്കൂറും ആംബുലൻസ് സേവനം ലഭ്യമാണ്. 4 പതിറ്റാണ്ടുകാലം കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ച ശ്രീനിവാസയുടെ വേർപാട് നാടിന്റെ നൊമ്പരമായി. മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. 4 ദശാബ്ദക്കാലത്തോളം ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും കുട്ടികളെയും സേവിച്ച ശ്രീനിവാസ അന്തരിച്ചു.
സ്കൂൾ സമയങ്ങളിൽ നഗരത്തിലെ റോഡിലെ തിരക്ക് നിയന്ത്രിച്ച് കുട്ടികൾക്ക് രക്ഷകനായിരുന്ന ശ്രീനിവാസ ഏവർക്കും പ്രിയങ്കരനായിരുന്നു. ശ്രീനിവാസയുടെ ആകസ്മികമായ വേർപാട് സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കുട്ടികളെയും ദുഃഖത്തിലാഴ്ത്തി. കുശാൽ നഗർ സ്വദേശിയായ ശ്രീനിവാസ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. PTA പ്രസിഡന്റ് സുരേഷ് മോഹനൻ, സ്കൂൾ മാനേജർ സിസ്റ്റർ അന്നമ്മ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിന്ദു, PTA കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ജീവനക്കാർ, ഇതര തൊഴിൽ മേഖലയിലെ ജീവനക്കാരും അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ദുഃഖസൂചകമായി സ്കൂളിന് തിങ്കളാഴ്ച അവധി നൽകി. യാത്രാമധ്യേ കളഞ്ഞുകിട്ടിയ ബാഗ് തിരിച്ചു നൽകി മാതൃക കാണിച്ച് ഒരു മറുനാടൻ തൊഴിലാളി. ആസാറാം എന്ന ഉത്തർപ്രദേശുകാരനാണ് സത്യസന്ധതയിലൂടെ പുതിയ മാതൃകയായത്. മടിക്കൈ മുണ്ടോട്ട് താമസിക്കുന്ന ഉത്തർപ്രദേശുകാരനായ തൊഴിലാളിയാണ് യാത്രാമധ്യേ കളഞ്ഞുകിട്ടിയ ബാഗ് തിരികെ നൽകി മാതൃകയായത്. കാൽച്ചാനടുക്കം സ്വദേശി മുനീറിന്റെ ബാഗാണ് നഷ്ടമായത്. ATM കാർഡ്, വിദേശ ഡ്രൈവിംഗ് ലൈസൻസും അടങ്ങുന്ന ബാഗാണ് നഷ്ടമായത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. പ്രഭാകരൻ മുണ്ടോട്ട് റെഡ് സ്റ്റാർ ക്ലബിൽ വെച്ച് ബാഗ് മുനീറിന് കൈമാറി. കയ്യുള്ളക്കൊച്ചി ബ്രാഞ്ച് സെക്രട്ടറി VT രാജൻ, K. ഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബാഗ് തിരികെ നൽകിയത്. സൗത്ത് ചിത്താരി ഗവൺമെന്റ് LP സ്കൂൾ 85ാം വാർഷികാഘോഷം നടന്നു. സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. സൗത്ത് ചിത്താരി ഗവൺമെന്റ് LP സ്കൂൾ 85ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും നടന്നു. E. ചന്ദ്രശേഖരൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. 85 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആ തലമുറയിലെ ആദരണീയരും ബഹുമാന്യരുമായ ആളുകളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ആദരപൂർവ്വം അവരെക്കുറിച്ച് വളരെ ബഹുമാനത്തോടു കൂടി ഈ സന്ദർഭം ഞാൻ നിങ്ങളെല്ലാം ഓർക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. വിദ്യാഭ്യാസമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. 14 അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷനായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ ഫോക്കസ് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മെട്രോ മുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക C. പങ്കജാക്ഷി ടീച്ചർ റിപ്പോർട്ട് അവതരണം നടത്തി. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ വെള്ളിക്കോത്ത്, PP നസീമ ടീച്ചർ, രവിവർമ്മൻ, ശിവാനന്ദൻ മാസ്റ്റർ, കൂളിക്കാട് കുഞ്ഞബ്ദുള്ള ഹാജി, CM ഖാദർ ഹാജി, ഇസ്ഹാഖ് ഹാജി, MH മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ കൈതക്കാട് നൂറുൽ ഹുദ അനാഥ അഗതി മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സംഗമം ഉദ്ഘാടനം ചെയ്തു. 1990 മുതൽ 2014 വരെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ആദ്യകാല ഉസ്താദായിരുന്ന MC സിദ്ദിഖ് ഉദ്ബോധന പ്രസംഗം നടത്തി. ഒരുപാട് ഓർമ്മകൾ ഉറച്ചു വരികയാണ്. കാരണം കലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇടനാഴിയിലൂടെ നമുക്ക് ഒച്ചയുണ്ടാകാതെ നടന്നുകൊണ്ടുള്ള കലൂർമക്കായിരിക്കും. ആ നല്ല ഡ്രസ്സിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും വളരെയധികം നിഷ്കർഷയോടുകൂടി നടന്നു വന്ന പ്രിയപ്പെട്ട സഭയിൽ അതായത് പൊതുവ കലൂരിനോട് പ്രവർത്തിക്കണം. ജമാഅത്ത് സെക്രട്ടറി PV മുഹമ്മദ് ഹാജി, EKC അബ്ദുള്ള ഹാജി, KN അസീസ് ഹാജി, TK മുഹമ്മദ് കുഞ്ഞി ഹാജി, C. ഷാഹുൽ ഹമീദ്, മജീദ് മാസ്റ്റർ, വാർഡ് മെമ്പർ അനൂപ് കുമാർ, TK ഹൈദർ, N. ഷെരീഫ്, P. റാഷിദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആദ്യകാല ഉസ്താദുമാരായ MC സിദ്ദിഖ്, സമദ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. കണ്ണൂർ സർവോദയ സംഘത്തിന്റെ ഖാദി സിൽക്സ് മേള കാഞ്ഞങ്ങാട് തുടങ്ങി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് മേള നടക്കുന്നത്. കണ്ണൂർ സർവോദയ സംഘത്തിന്റെ ഖാദി സിൽക്ക് മേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നതാണ് നമ്മുടെ നാട്ടിലെ പലരുടെയും കൃത്യമായി 9% റിബേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സർക്കാർ 10% കേന്ദ്ര സർക്കാർ വരുന്നു, 10% കേരള സർക്കാർ വരുന്നു, 10% ഖാദി ബോർഡ്. വാർഡ് മെമ്പർ H. ശ്രീധർ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് വെജിറ്റബിൾ മർച്ചന്റ്സ് അസോസിയേഷൻ EKN E. കൃഷ്ണൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. P. സുരേഷൻ, DV ബാലകൃഷ്ണൻ,
പി നാരായണൻ, എ വി രാമകൃഷ്ണൻ, എ ദാമോദരൻ, ഇ കൃഷ്ണൻ, ബഷീർ വെള്ളിക്കോത്ത്, പി പ്രസാദ്, കെ വി വിജയമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കുന്ന മേള ഫെബ്രുവരി 18 വരെ നീണ്ടു നിൽക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ ഖാദി സിൽക്ക് സാരികൾ, പട്ടുസാരികൾ, ഉന്നക്കിടക്കകൾ, റെഡിമെയ്ഡുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ വിപണനമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. അടോട്ട് മൂത്തേടത്ത് കുതിര് പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിലെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ നടക്കും. മഹോത്സവത്തിനുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര് പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. ചെയർമാനായി പി രാഘവൻ പള്ളത്തുംകാലിനെയും വൈസ് ചെയർമാൻമാരായി വേണു കുഞ്ഞിവളപ്പ്, സതീശൻ ടി പി, രാജേഷ് പി കുഞ്ഞിരാമൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. കൺവീനറായി വി വി സുഗതനെയും ജോയിന്റ് കൺവീനർമാരായി പി കൊട്ടൻകുഞ്ഞി, ഷിജുരാജ് വി പി, ശ്രീനി കുഞ്ഞുവളപ്പ്, ഉണ്ണികൃഷ്ണൻ പള്ളത്തിങ്കാൽ, ബാലകൃഷ്ണൻ തുടങ്ങിയവരെയും ട്രഷററായി കെ വി വിജേഷിനെയും തെരഞ്ഞെടുത്തു. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം കെ വേണുരാജ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. പി കുഞ്ഞിക്കണ്ണൻ കേളോത്ത് അധ്യക്ഷനായി. എൻ വി തമ്പാൻ നായർ, എൻ വി മോഹൻദാസ്, എ വി രാമകൃഷ്ണൻ, കെ വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. പുല്ലൂർ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. ശ്രീദേവി അന്തർജനത്തിന്റെ നേതൃത്വത്തിലാണ് വിളക്ക് പൂജ നടന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 100ഓളം ആളുകൾ സർവൈശ്വര്യ വിളക്ക് പൂജയിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ചിത്താരി വലിയ വീട് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഏപ്രിൽ 19 മുതൽ 21 വരെ തീയതികളിൽ നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി ഓലമെടയിൽ ചടങ്ങ് നടന്നു. ചിത്താരി വലിയ വീട് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 19 മുതൽ 21 വരെ തീയതികളിലായി നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഓലമെടയിൽ ചടങ്ങ് നടന്നു. ആനപ്പന്തൽ ഒരുക്കുന്നതിന് മുന്നോടിയായാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ, കൺവീനർ കൊപ്പൽ ചന്ദ്രശേഖരൻ, ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 100 കണക്കിന് നാട്ടുകാർ ചടങ്ങിന് സാക്ഷിയാകാൻ ക്ഷേത്രത്തിൽ എത്തി. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനമായി. 4 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. ഉത്സവ ചടങ്ങുകൾക്ക് കെ യു ദാമോദർ തന്ത്രികൾ കാർമ്മികത്വം വഹിച്ചു. മഹോത്സവം ദർശിക്കാൻ 100 കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അന്നദാനവും നടന്നു. ഡിവൈഎഫ്ഐ പുല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച ഉത്തരമേഖല കമ്പവലി മത്സരത്തിൽ യുവശക്തി പാണ്ടിക്കാനം ജേതാക്കളായി. ചെഗുവേര ഒറ്റമാവുങ്കാൽ 2ാം സ്ഥാനവും 7 സ്റ്റാർ ആലക്കോട് 3ാം സ്ഥാനവും AKG ക്ലബ്ബ് പുല്ലൂർ 4ാം സ്ഥാനവും നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫാത്തിമത്ത് സുഹ്റയുടെ കൊലപാതകം, പ്രതിക്ക് ജീവപര്യന്തം തടവ്. തൃക്കരിപ്പൂരിലെ ഗൾഫുകാരന്റെ വീട്ടിലെ കവർച്ചാശ്രമം, അറസ്റ്റിലായ പ്രതിക്ക് നിരവധി കേസുകളുമായി ബന്ധം. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ. പതാക ജാഥ പ്രയാണം തുടങ്ങി.
സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യൻ ജോയ് നയിക്കുന്ന സഹകരണ സന്ദേശയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ ലീഡിംഗ് ഫയർമാൻ കെ എ മനോജ് കുമാറിന് ആദരം. വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ ഫോക്കസ് 2015 സമാപനം. ലക്ഷം ദീപങ്ങൾ തെളിഞ്ഞു. കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഭക്തിയിൽ അലിഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.